ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടത്തപ്പെടുന്ന ഈ ഒരു ഡോക്ടർ ചോയ്സിന്റെ പ്രോട്ടീൻ ഓട്സ് എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചാണ്, എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഈ ഒരു ഇടയായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയ സോഷ്യൽ മീഡിയയിൽ കുറെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൺ ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങളിൽ ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ട് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ, എൻ്റെ ഒരു റിവ്യൂ ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നല്ലതാണോ മോശമാണോ, ഇത് വാങ്ങണോ, ആർക്ക് ഇത് വാങ്ങണം, ഇവർ പറയുന്ന പോലെ പ്രോട്ടീൻ ഒക്കെ ഉണ്ടോ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇനി ഡിലേ ചെയ്യുന്നില്ല, നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്, വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ലൈക്ക് അടിച്ച് ഒരു സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ എൻ്റെ ഒരു ഓർഡർ എക്സ്പീരിയൻസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിന്റെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ നെഗറ്റീവ് ഇതിന്റെ കസ്റ്റമർ സർവീസ്, അതേപോലെ ഡെലിവറി ഇഷ്യൂസ് ഒക്കെയാണ്. സോ ഇത് ബുക്ക് ചെയ്തപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് തന്നെ ഞാനിത് ഓർഡർ ചെയ്യുന്നത് ജൂൺ 3-ാം തീയതിയാണ്. എനിക്കിത് ഈ പ്രൊഡക്റ്റ് ഡെലിവർ ആവുന്നത് ജൂൺ 17-ാം തീയതിയാണ്. അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 14 ദിവസം കണ്ടാണ് ഈ ഒരു സാധനം എനിക്ക് ഡെലിവർ ആവാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം. 2026 ഒരു 4 to 5 ദിവസം വരെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ഡിലേ വരുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷേ എങ്കിൽ ഇത്രത്തോളം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും അതേപോലെ തന്നെ ഇത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അത് എത്താൻ വേണ്ടി 14 ദിവസമൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നല്ലൊരു നെഗറ്റീവ് തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് തന്നെയാണത്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമതായിട്ട് ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമ്പോഴുള്ള പാക്കേജിങ്ങും കാര്യങ്ങളുമാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് എനിക്കിത് കിട്ടിയപ്പോൾ ഉള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഞാൻ കാട്ടിത്തരാം. ഉള്ളത് പറയാലോ, എനിക്കിത് കിട്ടിയത് നല്ല കിടിലം പാക്കേജിങ്ങിലാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പാക്കേജിങ് നിങ്ങൾക്ക് തന്നെ കാണാം, എത്ര പ്രീമിയം സാധനമാണ്. ലൈക്ക് ബോക്സ് ഒക്കെ കണ്ടില്ലേ, നല്ല കിടിലം ക്വാളിറ്റി പാക്കേജിംഗ് ആണ്. ഇത് വന്ന പാക്കേജും അടിപൊളിയായിരുന്നു. സോ പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ ഇതിനൊരു 10 out of 10 കൊടുക്കാൻ പറ്റിയ അത് ഞാൻ കൊടുക്കും, ബിക്കോസ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് എ കസ്റ്റമർ കിട്ടിയത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്ട്രോബെറിയും ഒന്ന് ജാഗരിയാണ് ഞാൻ മേടിച്ചത്. സോ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിലുള്ള ഒരു റിവ്യൂ ഞാൻ പറയാം. ടേസ്റ്റിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇത് മോശമാണ്, ഇത് നിങ്ങൾ കഴിക്കരുത്, ഇത് നല്ലതാണ്, ഇത് നിങ്ങൾ കഴിക്കണം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ടേസ്റ്റ് ഓരോ ആൾക്കാരുടെ ചോയ്സ് പ്രിഫറൻസ് അത് വേറെ വേറെയാണ്. അതൊരിക്കലും എനിക്ക് വന്നിട്ട് ഇത് ഇന്നതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാതിരി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്. എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒരു ഔട്ട് ഓഫ് 10 രണ്ടിനെ റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാനൊരു 9 സ്റ്റാറും കൊടുക്കും, ഇതിന് ഞാനൊരു 7 സ്റ്റാർ കൊടുക്കാൻ പറ്റും. രണ്ടും പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബട്ട് കുറച്ചും കൂടെ എനിക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടപ്പെട്ട ഇതിനേക്കാളും. ഇത് തികച്ചും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞതിന്റെ നേരെ തിരിച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റിനെ പറ്റി നമുക്ക് പക്ക ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ടേസ്റ്റിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ശരിക്കും പ്രോട്ടീൻ ഓട്സ് ആണോ, അതോ വെറും ഉടായിപ്പ് തള്ളു മാത്രമാണോ, അതോ ഇൻഫ്ലുവൻസേഴ്സ് ചുമ്മാ തള്ളുന്നതാണോ? നോർമൽ ആയിട്ടുള്ള നമ്മൾ മേടിക്കുന്ന ഒരു ഓട്സിനെക്കാട്ടും കുറേയും കൂടെ പ്രോട്ടീൻ ഇതിലുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആഡഡ് ആയിട്ട് വേ പ്രോട്ടീനും സോയ് പ്രോട്ടീനും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നത് ഈ 23 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിലിപ്പം 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ശരാശരി ഒരു സ്കൂപ്പൊക്കെ എടുത്ത് ഒരു കപ്പ് കഴിക്കുമ്പം അതിൽ 24 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെന്നാണ്. പക്ഷേങ്കിൽ അതല്ല ഇതിന്റെ റിയാലിറ്റി. 100 ഗ്രാം സെർവിങ്, അതായത് ഇതിന്റെ പെർ 100 ഗ്രാം സെർവിങ്ങിലാണ് ഈ പറയുന്ന 23 24 ഗ്രാം പ്രോട്ടീൻ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ സാധാരണയായിട്ട് ഒരു ബൗളിൽ നമ്മളൊരു 40 ഗ്രാം ഒക്കെ ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ഒരു 50 ഗ്രാം. അപ്പൊ നമുക്ക് ശരിക്കും അറൗണ്ട് ഒരു 12 അല്ലെങ്കിൽ ഒരു 13 ഒക്കെയാണ് മാക്സിമം നമുക്ക് ഇതിന്ന് ഒരു സെർവിങ്ങിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 100 ഗ്രാം കറക്റ്റ് ആയിട്ട് എടുക്കണം. 100 ഗ്രാം നമ്മൾ സ്ഥിരം എടുത്തു കഴിഞ്ഞാൽ ഇത് 750 ഗ്രാമിന്റെ 750ന്റെ ബോക്സ് ആണ്. 100 ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 7 അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് ഈ സാധനം തീരും. സംഭവം പ്രോട്ടീൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഉറപ്പായിട്ടും. നോർമൽ ആയിട്ടുള്ളതായി ഇപ്പം ഇതാണ് നോർമൽ ഓട്സ്, ഇതിനെക്കാട്ടും പ്രോട്ടീൻ എന്താണെങ്കിലും ഇതിലുണ്ട്. ഇനിയിപ്പോ ഈ പറഞ്ഞ രണ്ട് സാധനവും നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് നോർമൽ ഓട്സ് ആണ്. ഇതില് 100 ഗ്രാമില് അറൗണ്ട് എത്രയാ, ഒരു 12 to 13 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട് 100 ഗ്രാമില്. ഇതില് 100 ഗ്രാം 23 ഗ്രാം പ്രോട്ടീൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ ഒരു റേറ്റ് കമ്പാരിസണിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കിലോന്റെ പാക്കിന് നമുക്ക് സാധാരണ നോർമൽ ഓട്സിന് നമുക്ക് വരുന്നത് 200 രൂപ മാത്രമാണ്. 190 മുതൽ 180 മുതൽ 200 രൂപ വരെ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു സാധനം 1 കിലോ അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു 700 മുതൽ 800 രൂപ വരെ അറൗണ്ട് റേഞ്ച് വരുന്നുണ്ട് 1 കിലോയ്ക്ക്. സോ ഹെൻസ് റേസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ വാങ്ങണോ?
ഇത് നിങ്ങൾ വാങ്ങുന്നതിൽ കാര്യമുണ്ടോ? സോ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളിത് വാങ്ങുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണ്, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് തന്നെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളപ്പം നിങ്ങൾ ഈ സാധനം എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ലതാണ്. പക്ഷേങ്കിൽ നിങ്ങളിപ്പം ഇത് പ്രോട്ടീൻ ഓട്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് പലരും വാങ്ങുന്നത്. അപ്പം പ്രോട്ടീൻ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് നിങ്ങളുടെ ഫോക്കസ് പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളൊരു ബോഡി ബിൽഡർ ആണ്, നിങ്ങൾക്ക് പ്രോട്ടീൻ ആണ് മുഖ്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വാങ്ങുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് അത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇതിൽ നല്ല അടിപൊളി കിടിലമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പം ഈ ഒരു സാധനം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ പറഞ്ഞ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോർമൽ ഓട്സ് ആണ് ഇതിനുള്ള ആൾട്ടർനേറ്റീവ്. ഇതിന്റെ കൂട്ടത്തില് ഒരു സാധനം കൂടെ വേണം, വേ പ്രോട്ടീൻ. അതായത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ നല്ല കിടിലം വേ പ്രോട്ടീനുകൾ, അതായത് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള വേ പ്രോട്ടീനുകൾ അറൌണ്ട് നിങ്ങൾക്ക് ഒരു 1500 to 2000 രൂപ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വേ പ്രോട്ടീൻ വാങ്ങുക, ഈ ഒരു നോർമൽ ഓട്സ് വാങ്ങുക. ഈ ഒരു നോർമൽ ഓട്സിന്റെ ഒരു സ്കൂപ്പ് നിങ്ങൾ എടുക്കുക, പ്ലസ് നിങ്ങൾ ഒരു സ്കൂപ്പ് നിങ്ങൾ മേടിച്ച വേ പ്രോട്ടീൻ മേടിക്കുക, മിക്സ് ചെയ്യുക, അതിന്റെ കൂടെ കുറച്ച് പഴമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള മീൽ വേറെ ഇല്ല. ബിക്കോസ് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ ആണ് കിട്ടുന്ന ഈ ഒരു സാധനത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് കിട്ടില്ല. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് കൺവീനിയൻസ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് ഒരിക്കലും നിങ്ങൾക്ക് ആ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, അതായത് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ്, കൺവീനിയൻസ്, അങ്ങനെയൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിൽ ഒരിക്കലും ആ പറയുന്ന ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ടാവില്ല. സോ നിങ്ങൾ പ്രോട്ടീൻ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പേഴ്സണലി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കണക്കെടുത്ത് നോക്കി. അതായത് ഇങ്ങനെ ഒരു ഓട്സ് മേടിച്ച് ഒരു വേ പ്രോട്ടീൻ മേടിച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കുന്നതും അതേപോലെ ഇത് മേടിച്ച് കഴിക്കുന്നതിന്റെയും ഒരു മാസ കണക്കെടുത്ത് നോക്കിയപ്പം രണ്ടും ഒരേ പൈസയാണ് ഏകദേശം വരുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ പോലെ ഓട്സ് എടുത്ത് ബൗളിലേക്ക് ഇടുക, വേ പ്രോട്ടീൻ എടുത്ത് ബൗളിലേക്ക് ഇടുക, അത് മിക്സ് ചെയ്യുക, അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വാങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി പ്രോട്ടീനും അതുപോലെ തന്നെ ഇതിലും കൂടുതൽ പ്രോട്ടീനും ഒന്നും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ആൾട്ടർനേറ്റീവും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രോട്ടീൻ ഓട്സിന്റെ കൂടെ വേ പ്രോട്ടീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെവി എമൗണ്ട്, അതായത് നോർമൽ ഓട്സുമായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. പക്ഷേങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഇത് രണ്ടും ഏകദേശം ഞാൻ പറഞ്ഞല്ലോ മന്ത്ലി ഈക്വൽ. ഇപ്പൊ 2000 ആണെന്ന് വിചാരിക്കുക, രണ്ടിനും മന്ത്ലി എക്സ്പെൻസ് 2000 + 2000 വരും. അതായത് 4000 രൂപ അപ്പൊ ബഡ്ജറ്റിലേക്ക് പോകും. സോ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഫൈനൽ വേർഡിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിന്റെ ഡെലിവറി എക്സ്പീരിയൻസ് നോട്ട് ഗുഡ് ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ പാക്കേജിങ് എക്സലന്റ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ടേസ്റ്റ് വെരി ഗുഡ്, ഫൈൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രോട്ടീൻ ക്ലെയിമുകൾ, ഇവർ പറയുന്ന ക്ലെയിം ജെന്യുവിൻ ആണോ? ജെന്യുവിൻ ആണ്. വാല്യൂ ഫോർ മണി ആണോ? ആവറേജ്. ഞാനിത് പേഴ്സണലി ഇനിയും വാങ്ങുമോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് വാങ്ങിയാലായി, ഉറപ്പൊന്നുമില്ല. ബട്ട് ഡെയിലി ബോഡി ബിൽഡിങ്ങും ബോഡിക്ക് വേണ്ടിയിട്ട് പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് വാങ്ങുന്നതെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സാധനം. സോ അറ്റ് ലാസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് എന്നോട് നിങ്ങൾ ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഞാനൊരു 7.5 സ്റ്റാർ ഈ ഒരു സാധനത്തിന് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ടേസ്റ്റ് ഒക്കെ ഇഷ്ടമായി, ജസ്റ്റ് ഒരു കൺവീനിയൻസിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ആകെ ഇതില് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആ ഡെലിവറി എക്സ്പീരിയൻസ് മാത്രമാണ്. അല്ലാത്ത പക്ഷം വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. സോ എന്താണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. പിന്നെ ഞാനിത് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ ഞാനിത് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏൺസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോന്റെ അടിയിൽ കാട്ടും. അത് ഞാനും ഈ ബ്രാൻഡും തമ്മിലുള്ള ബന്ധമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് യൂട്യൂബിനെ സംബന്ധിച്ച് ഞാൻ ഈ പ്രോഡക്റ്റ് ഇപ്പൊ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ എനിക്കൊരു 5% അല്ലെങ്കിൽ ഒരു 10% ചിലപ്പോൾ കമ്മീഷൻ കിട്ടും. അത് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വെച്ചിട്ട് ചിലപ്പോൾ ഒരു മാക്സിമം പോയാൽ 10 രൂപയൊക്കെ ആയിരിക്കും. നിങ്ങൾ ഒരാൾ മേടിച്ച് ഒരു 10 രൂപയൊക്കെ കിട്ടിയേക്കാം, 5 to 10 രൂപയൊക്കെയാണ് കിട്ടാറ്. സോ അതാണ് ഈ ഏൺസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് കാട്ടുന്നത്. അല്ലാതെ ഇവർ എനിക്ക് പൈസ തരുന്ന അല്ല കേട്ടോ, അത് മനസ്സിലാക്കണം. അപ്പൊ എന്താണെങ്കിലും അത്രേ ഉള്ളൂ. ഇനിയും ഇതേപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഏതാണ് ഇനി ഇതേപോലെ അറിയേണ്ട പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കുക. നമുക്ക് ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.